ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഭാഗമാണ് അല്ലേ, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർദി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. ഈ വകദാലിക തുഖ്റജൂൻ ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അവിടെ നമ്മൾ എന്ത് മസാല പറഞ്ഞു വെച്ച്? വകദാലിക തുഖ്റജൂൻ എന്നുള്ളടത്ത് വകദാലിക ഇത് പ്രകാരം ഇതുപോലെ തുഖ്റജൂൻ. തുഖ്റജൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തെടുക്കപ്പെടും എന്നാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുറത്തെടുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിഷയം? ഈ തുഖ്റജൂൻ എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ എവിടുന്ന് പുറത്തെടുക്കപ്പെടും? ഖബറുകളിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. എവിടേക്ക് പുറത്തെടുക്കപ്പെടും? പരലോക കോടതിയിലേക്ക്. എന്തിന്? വിചാരണക്കും രക്ഷാ ശിക്ഷകൾ വിധിക്കുന്നതിനും വേണ്ടി അല്ലേ നിങ്ങൾ പുറത്തെടുക്കും. ഈ ആയത്ത് ഒരു അടിസ്ഥാനപരമായ മസ്അലൻ്റെ തെളിവാണ് നമ്മൾ പറഞ്ഞത്. അത് ഏതിന് തെളിവ് പറഞ്ഞത്? ഒരു ഉസൂലിയായ, പ്രത്യേകിച്ച് കർമ്മശാസ്ത്രത്തിൻ്റെ ഫിഖ്ഹിൻ്റെ ഉസൂൽ, അസിൽ, നിദാനശാസ്ത്രം, അതിലൊരു പ്രധാന മസലക്ക് ഈ ആയത്താണ് തെളിവ്, പണ്ഡിതന്മാരുടെ തെളിവ്. എന്താണ് വിഷയം? ഖബറിനെ കുറിച്ചോ? ഖബറിൽ കുഴിച്ചിടുന്നതിനെ കുറിച്ച് അല്ല. അത് ഉസൂൽ ഫിഖ് ആയിട്ട് എന്ത് വന്നു? ഖബറിൽ മറമാടെന്നുള്ളത് ഫിഖ്ഹാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു ഒരു ഇതിങ്ങനെ എഴുതി, ഒരു അസ്ല്, ഒരു ഫർഅ്, ഒരു ഹുക്മ്, ഒരു ജാമിഅ, ഇങ്ങനെയൊക്കെ എഴുതി ഓർക്കില്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞ് അസ്ലിൻ്റെ ഹുക്മ് ഫർഇന് ചേർത്തലാണ്. ഈ അസ്ലിലും ഫർഇലുമുള്ള ഒരുപോലുള്ള ഒരു വിശേഷണം, ഒരു കാരണം, നിമിത്തം എന്ന് പറഞ്ഞേ എന്താ വിഷയം? എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യനെ ചുംബിച്ചു, നോമ്പുകാരി എന്നായിരിക്കെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഅയ്ത ലൗ തമദ്ദത, താങ്കൾ വഅൻത സായിം, നോമ്പുകാരനായിരിക്കെ കൊപ്പിളിച്ചാൽ അതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇജ്മാ അല്ലല്ലോ, ഖിയാസ്. ആരാ പറഞ്ഞ ഖിയാസ്? മാഷാ അല്ലാഹ്. ഖിയാസ് അതിൻ്റെ തെളിവാണ് ഇവിടെ. അത് നമ്മൾ പറഞ്ഞത് ഖിയാസ്. ഇജ്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം. ഇജ്മാ കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള തെളിവാണ് ഖിയാസ്. ഇവിടെ അസിൽ നമ്മുടെ ഇവിടെ ദീനിൽ പറയപ്പെട്ടതാണ്, ഖുർആനിലും സുന്നത്തിലും പറയപ്പെട്ട വിഷയമാണ് അസിൽ. ഫർഅ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയപ്പെട്ടില്ല, പുതുതായി ഉണ്ടായൊരു വിഷയമാണ്. അപ്പോൾ ഈ അസിലിൻ്റെ ഹുക്കുമ് ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ഹദീസിൽ സുന്നത്തിലുണ്ട്, ഹുക്കുമുണ്ട്, ഇതിൻ്റെ ഹുക്കുമ്. പക്ഷേ ഇത് പുതിയ വിഷയമായതുകൊണ്ട് അതിനൊരു ഹുക്കുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അസിലിൻ്റെ ഹുക്കുമ്, വിധി ഈ ഫറഇന് കൊടുക്കുകയാണ്. എന്ത് കാരണത്താൽ? ലിജാമിഇൻ ബൈനഹുമ അല്ലെങ്കിൽ ഫീഹിമ, ഈ അസിലിലും ഫറഇലുമുള്ള ഒരു കാരണം. അല്ലേ? ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞത് മദ്യത്തിൻ്റെ വിഷയമാണ് അല്ലേ, ഖംർ, മദ്യത്തിൽ എന്തുണ്ട്? ലഹരിയുണ്ട്. സക്കർ അല്ലെങ്കിൽ ഇസ്കാർ, ലഹരി,
മദ്യത്തിൽ എന്തുണ്ട്? സക്കർ, ലഹരിയുണ്ട്. അതുകൊണ്ടാണ് മദ്യം എന്ത് ഹറാം അല്ലേ? അപ്പം മദ്യമാണ് അസിൽ. കാരണം മദ്യം ദീനിൽ എന്താണ് നിഷിദ്ധാണ് എന്നുള്ളത് വന്നതാണ്. ഖുർആനിലും വന്നിട്ടുണ്ട്, സുന്നത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക ലഹരി വസ്തുക്കൾ ഉണ്ടല്ലോ, അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പല ലഹരി വസ്തുക്കളും പിന്നെ അത് ഇന്നൊരു ഹുക്കും ഇവിടെ അല്ല, ആ ലഹരികളെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല, അതിൻ്റെ ഹുക്കും ഇവിടെ അല്ല, ഖുർആനിലുമില്ല സുന്നത്തിലുമില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഖുർആനിലും സുന്നത്തിലും പ്രമാണം വന്നിട്ടില്ലാത്ത ഈ വസ്തുവിലും എന്തുണ്ട്? ഈ പറഞ്ഞതുണ്ട്, ലഹരി ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ലഹരി എന്നുള്ളത് ജാമിയാണ്. എവിടെ? അസിലും ഫറയിലും രണ്ടിലും വന്ന വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിലുമുള്ള ലഹരി എന്നുള്ള ജാമ്യം അതിനെ പരിഗണിച്ചിട്ട് അസിലിൻ്റെ ഹുക്കുമ് ഫറയിന് നൽകുന്നതിനാണ് എന്താ പറയുക? ഖിയാസ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറയാണ്, ഉമർ നോമ്പുകാരനായിരിക്കെ ഭാര്യനെ ചുംബിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഭാര്യനെ ചുംബിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ്, നോമ്പുകാരനായിരിക്കും നിങ്ങൾ വായിൽ വെള്ളം ചുഴറ്റി തുപ്പി, കൊപ്പിളിച്ചു, മതമത ചെയ്തു. ഒതുണ്ടാക്കുമ്പോൾ വായിൽ വെള്ളം നല്ലോണം കൊണ്ടിട്ട് ചുഴറ്റി തുപ്പി. അപ്പോൾ ഒതും മുറിയില്ല. അപ്പോൾ അത് നമ്മുടെ ദീനിൽ ഉള്ളതാണ്, സ്ഥിരപ്പെട്ടതാണ് അല്ലേ? വായിൽ വെള്ളം ചുഴറ്റി തുപ്പിയിട്ടുണ്ടെങ്കിൽ, മതമത ചെയ്തിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയില്ല എന്നുള്ളത് അതറിയപ്പെട്ട വിഷയമാണ്. അത് ഉമറിനും അറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി എടുത്തിട്ട് നിങ്ങൾ കൊപ്പിളിച്ചിട്ടുണ്ടെങ്കിൽ ഒതു മുറിയുമെന്ന് ചോദിച്ചത്. അപ്പോൾ വായിൽ വെള്ളം ചുഴറ്റി തുപ്പിയിട്ടുണ്ടെങ്കിൽ ഒതു മുറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ഭാര്യനെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ ഒതു മുറിയില്ല. റസൂലുള്ളാഹി എന്ത് ചെയ്യാണ്? ആ ഒതു മുറിയില്ല എന്നുള്ള ആ വിഷയം രണ്ടിലുള്ളത് കാരണത്താൽ എന്ത് ചെയ്താണ്? ഒന്നിനെ മറ്റൊന്നിനോട് സാധാരണ ചെയ്തു, ഖിയാസ് ചെയ്തു. മനസ്സിലായില്ലേ? എന്നിട്ട് മുറിയില്ല, നോമ്പ് നഷ്ടാകൂല എന്നുള്ള ഹുക്കം പ്രസ്താവിച്ചു. അതാണ് ഖിയാസ്. ഇവിടെതാണ് വിഷയം ഖിയാസ്. ഇവിടെ എന്താ വിഷയം? മയ്യത്തിൽ നിന്ന് ഹയ്യിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു, അത് നിങ്ങൾ കാണുന്നു, അറിയുന്നു. അതേപോലെ തന്നെ മയ്യത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യിൽ നിന്ന് മയ്യത്തിനെ കൊണ്ടുവരുന്നു, അത് നിങ്ങൾ കാണുന്നു. അതേപോലെ തന്നെ വയുഹ്യിൽ അർള ബഅദ മൗതിഹ, നിലം, മണ്ണ്, അത് മരിച്ചതിന് ശേഷം, ജീവനറ്റതിന് ശേഷം, നിർജീവമായതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല യുഹ്യിൽ അർള, നാടിനെ, മണ്ണിനെ എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു, സജീവമാക്കുന്നു. അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. അതോടുകൂടി നിർജീവമായ നിശ്ചലമായ ഭൂതലം എന്ത് ചെയ്യുന്നു? സസ്യലതാദികളാൽ സജീവമാകുന്നു. അത് നിങ്ങൾ കാണുന്നതാണ്, നിങ്ങൾ അറിയുന്നതാണ്. പടച്ച റബ്ബിൻ്റെ കഴിവ്, അതിനുള്ള അള്ളാഹുവിൻ്റെ കഴിവ്. അപ്പോൾ അതെന്താണ്? അത് അസിലാണ്. ഇനിയിപ്പോൾ ഇവർക്ക് വിഷയം എന്താണ്? ഫർആണ്. അള്ളാഹുവിന് അന്ത്യനാളിൽ മരിച്ചവരെ കബർന്ന് ജീവിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ വിഷയം. ശരി. അപ്പോൾ ഇതിനല്ലാഹ്ക്ക് കഴിയുന്നുള്ളത് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് എന്ത്? മരിച്ചവരെ കബർന്ന് ജീവിപ്പിക്കുക എന്നുള്ളതും അള്ളാഹുവിന് അതിന് കഴിയും. രണ്ടിലും അള്ളാഹുവിന് ഖുദ്റത്തുണ്ട് എന്നുള്ളത് ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? ഖിയാസ് നടത്തണം, ഖിയാസ് ചെയ്യണം. അതാണ് ഇവിടെ വകദാലിക തുഖ്റജൂൻ, ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യും? പുറത്ത് കൊണ്ടുവരപ്പെടുന്നതാണ്. ഹദീസിൽ അത് വന്നിട്ടുണ്ട്, നിങ്ങൾ പുറത്ത് കൊണ്ടുവരപ്പെടും ഇതുപോലെ എന്നാണ്. ഏതുപോലെ? ഭൂമി നിർജീവമായതിനു ശേഷം അള്ളാഹു മഴ പെയ്യിച്ചിട്ട് അതിൽ സസ്യങ്ങളെ മുളപ്പിച്ച് സജീവമാക്കുന്നത് പോലെ നിങ്ങളെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിച്ചിട്ട് മുളപ്പിക്കുമെന്നാണ്. അത് ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഒരു വിശാലമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ പറയാണ്, ബൈനൻ നഫ്ഖത്തൈനി അർബഊൻ. ബൈനൻ നഫ്ഖത്തൈനി എന്നാണ് എന്താ? രണ്ട് ഊത്ത്. ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതും അന്ത്യനാൾ സംഭവിക്കാൻ, പിന്നെ ആളുകൾ ഉയർത്തെഴുന്നേൽക്കാൻ. രണ്ട് ഊത്ത്. ബൈനൻ നഫ്ഖത്തൈനി, രണ്ട് ഊത്തുകൾക്കിടയിൽ അർബഊൻ എന്ന് പറഞ്ഞു. അർബഊൻ എന്ന് പറഞ്ഞാൽ 40 എന്നാണ്. അത് വർഷമാണെന്നോ മാസമാണെന്നോ ദിവസമാണെന്നോ അബൂ ഹുറൈറ പറഞ്ഞില്ല. ചില നിവേദനങ്ങളിൽ 40 വർഷം എന്നാണ്. 40 വർഷം. ബൈനൻ നഫ്ഖത്തൈനി 40 സന, 40 വർഷമുണ്ട് എന്നാണ്. എന്നിട്ട് പറയാണ്,
സുമ്മ യുൻസിലുല്ലാഹു മിനസ്സമായി മാ അൽ ഹയ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മാ ഉൽ ഹയാത്തിനെ അവതരിപ്പിക്കുന്നതാണ്. മാ ഉൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വെള്ളം. അന്ത്യനാളിൽ പിന്നെ ഇസ്രാഫീൽ കാഹളത്തിൽ ഊതിയിട്ട് ആളുകൾ ജീവനറ്റാൽ, എല്ലാവരും മരിച്ചാൽ അള്ളാഹു മാ ഉൽ ഹയാത്തിനെ അവതരിപ്പിക്കുന്നതാണ്, മഴ പെയ്യിപ്പിക്കും. മാ ഉൽ ഹയാത്ത് എന്നതിന് പേര്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതംബുതു മിൻഹു അജ്സാദുന്നാസ്. ആ മായിൽ നിന്നാണ് ജനങ്ങളുടെ ശരീരങ്ങൾ മുളക്കുക എന്നാണ്. ജനങ്ങളുടെ ശരീരങ്ങൾ മുളക്കുക എന്നുള്ളതാണ്. അതിൽ പറയുന്നുണ്ട്, യബ്ല മിനൽ ഇൻസാനി കുല്ലു ഷൈഇൻ ഇല്ലാ അജബുദ്ദനബ്. മനുഷ്യനിൽ എല്ലാം ജീർണിച്ചിരിക്കും അവൻ്റെ അജബുദ്ദനബ് ഒഴിച്ച്. അജബുദ്ദനബ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ കശേരു ഉണ്ടല്ലോ, നട്ടലിൻ്റെ കശേരുവിൻ്റെ അവസാന ഭാഗം അജബുദ്ദനബ് എന്ന് പറയും. നട്ടലിൻ്റെ കശേരുക്കൾ, അതിൽ അവസാനത്തെ പിന്നെ ഭാഗം, വാൽക്കുറ്റി, നമ്മൾ ഇരിക്കുമ്പോൾ ഇരിപ്പിടം തട്ടുന്ന ആ ഭാഗം, അതാണ് അജബുദ്ദനബ്. വാൽക്കുറ്റി എന്ന് പറയും, ഇതിന് അജമു എന്നും പറയും, അജമുദ്ദനബ് എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഈ നട്ടലിൻ്റെ കശേരുക്കളിൽ ഏറ്റവും അവസാന ഭാഗം, അവസാനത്തുള്ളത് ഒരു ചെറിയ ഭാഗം, അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ജീർണിക്കും എന്നാണ്, നശിക്കും എന്നുള്ളതാണ്. ഈ മാ ഉൽ ഹയാത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മുളക്കും. എവിടുന്ന് മുളക്കും? അജബുദ്ദനബിൽ നിന്ന് മുളക്കും എന്നാണ്. അജബുദ്ദനബിൽ നിന്ന് മനുഷ്യൻ മുളക്കും. എന്നിട്ട് ഹലുമു ഇലാ റബ്ബിക്കും. മനുഷ്യന്മാരങ്ങനെ മുളച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ എന്ത് ചെയ്യും? ആളുകളെ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, പറയപ്പെടും. പിന്നെ ഈ ബാസന്നാർ, നരകത്തിലേക്കുള്ള വിഭാഗത്തെ നിയോഗിക്കാൻ പറയും. അപ്പോൾ എത്ര പേരാണ് നരകത്തിലേക്ക് ചോദിക്കുമ്പോൾ മിൻകുല്ലി അൽഫിൻ തിസ്അത്തുൻ വതിസ്ഊന തിസ്മിയത്തിൻ വതിസ്അത്തുൻ വതിസ്ഊൻ. ഓരോ 1000 ആളുകളിൽ നിന്നും 999 പേർ ബഅസുന്നാർ, നരകത്തിലേക്കുള്ള ആളുകളായിട്ട് പിന്നെ നീക്കാൻ പറയും, എടുക്കാൻ പറയും എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ ദിവസം പുലർന്നുണ്ടെങ്കിൽ ആ ദിവസമാണ് യൗമയ്യജാലുൽ വിൽദാന ശീബ, കുട്ടികൾ നരബാധിച്ചു പോകുന്ന ദിവസം അപ്പോഴാണ് എന്നൊക്കെ പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വിഷയം എന്താ? വിഷയം വകദാലിക തുഖ്റജൂൻ, ഇതുപോലെ നിങ്ങൾ ഖബറുകളിൽ നിന്ന് പുറത്തെടുക്കപ്പെടും എന്നാണ് പറയുന്നത്. പുറത്തെടുക്കപ്പെടും ഇതുപോലെ. ഏതുപോലെ? നിർജ്ജീവമായ മണ്ണിൽ മഴ പെയ്യിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ളതിനെ, സസ്യലതാദികളെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ, ഭൂമി അല്ലാഹു ജീവിപ്പിക്കുന്നത് പോലെ പരലോകത്തേക്ക് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അതെങ്ങനെ? ഇവിടെ മഴ പെയ്യിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ അവിടെ മഴ പെയ്യിച്ചിട്ട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശദീകരിച്ച് പറയുന്നത്. അതവിടെ നമുക്ക് പറയാൻ അവിടെ ബാക്കിയുണ്ടായ ഒരു വിഷയം നമ്മൾ പിന്നെ ഖിയാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇവിടെ ഇതൊരു ദിക്റായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. ഏത്? ഈ ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർളി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. പക്ഷേ അത് ഹദീസ് അറിയപ്പെട്ട ഒരു ദിക്റാണത്. അബൂദാവൂദും തബറാനിയും ഇബ്നു സുന്നിയും ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ്. പിന്നെ മൻ ഖാല ഹീന യുസ്ബിഹു, ഒരാൾ നേരം പുലരുമ്പോൾ ചൊല്ലിയാൽ എന്നാണ്. എന്ത് ചൊല്ലിയാൽ? ഇത് മുതൽ ഇതുവരെ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ പിന്നെ കഫാഹുല്ലാഹു മാ ഫാതഹു ഫീ നഹാരിഹി, പകലിൽ തനിക്ക് നഷ്ടമായതിനെല്ലാം പരിഹാരമായി ഇത് മതി എന്നാണ്. പകലിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ വിറുതുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഇത് ചൊല്ലിയാൽ മതി എന്നാണ്.
ഒരാൾ രാത്രി ഇത് ചൊല്ലിയാൽ മൻ ഖാലഹ ഹീന യുംസി, പ്രദോഷമാകുമ്പോൾ ഒരാൾ ഇത് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ കഫാഹുല്ലാഹു മാ ഫാതഹു ഫീ ലൈലത്തിഹി, രാത്രി അവന് വിട്ടുപോയത് നഷ്ടപ്പെട്ടതും അതിന് പരിഹരിക്കാൻ ഇത് മതി എന്നാണ്. മനസ്സിലായല്ലോ. അബൂദാവൂദിൻ്റെയും തബറാനിൻ്റെയും ഒക്കെ നിവേദനമാണ് ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു മർദവൈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില പണ്ഡിതന്മാർ അത് ദുർബലം എന്ന് വിധിച്ചിട്ടുണ്ട്, ഈ ഹദീസ് ദുർബലം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ അദ്കാർ സബാഹിലും അദ്കാർ മസായിലും ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ തഫ്സീറുകൾ ഇബ്നു കസീറൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ സന്ദർഭോചിതം ഉണർത്തിയെന്ന് മാത്രം. ചില നിവേദനങ്ങളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖലീലായി, അള്ളാഹുവിൻ്റെ ഖലീലായി, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രാവിലെയും വൈകുന്നേരം ഇത് ചൊല്ലിയിരുന്നു, അതുകൊണ്ടാണ് ഖലീലായത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ദഈഫായ നിവേദന കേട്ടോ, ദുർബലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ദിക്ർ പിന്നെ ഈ നിലക്ക് പ്രസിദ്ധമാണ്. ഞാനത് ഉണർത്തിയെന്ന് മാത്രം. സഹീഹായ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ചെല്ലാൻ. രാവിലെ ചെല്ലാൻ തന്നെ കുറേ ഉണ്ട്, വൈകുന്നേരം ചെല്ലാൻ തന്നെ കുറേ ഉണ്ട്. പക്ഷേ ആളുകൾ രാവിലെ ചെല്ലുന്ന ദിക്റുകളും ശ്രദ്ധിക്കണം, വൈകുന്നേരം ചെല്ലുന്ന ദിക്റുകളും ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ആ അദ്കാറുകളിൽ ഇതും എണ്ണിയിട്ടുണ്ട്. ഖലാസ്, ഞാനിത് ഈ ഒരു അനുബന്ധം പറയാനാണ് ഉദ്ദേശിച്ചത്. ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മൻ എന്നൊക്കെ പറഞ്ഞില്ലേ. ഖബറിൽ നിന്ന് നീക്കുമ്പോൾ ഉടുതുണി ഉണ്ടാവില്ല, ഡ്രസ്സ് ഉണ്ടാവില്ല. ഹുഫാത്തൻ ഹുഫാത്തൻ എന്ന് പറഞ്ഞാൽ നഗ്നപാതരായിട്ടാണ്, ചെരുപ്പുണ്ടാവില്ല കാലുമ്മേ. ചുട്ടുപഴുത്ത മരുഭൂമിയിലേക്കല്ല എഴുന്നേൽക്കുക. കാലുമ്മ ചെരുപ്പുണ്ടാവില്ല, മേത്ത് തുണി ഉണ്ടാവില്ല. അതാണ് ഹുഫാത്തൻ ഉറാത്തൻ ഗുർലൻ. ഗുർലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ട അവസ്ഥയിലാവില്ല. മരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത അവസ്ഥയിലായിരിക്കും മരിച്ചിട്ടുണ്ടാവുക, മറമാടിയിട്ടുണ്ടാവുക. പക്ഷേ ചേലാകർമ്മം നിർവഹിക്കപ്പെടാത്ത രീതിയിൽ. അതേപോലെ തന്നെ ബുഹുമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുണ്ട കോലത്തിൽ അങ്ങനെയാണ് ഖബറിന്ന് നീക്കുക. ഈ മഴ വെള്ളമേറ്റ് നീക്കൽ അങ്ങനെയാണ്. അവ്വലുമൻ യുക്സ, ആദ്യമായിട്ട് വസ്ത്രം ധരിക്കപ്പെടുക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ആദ്യം വസ്ത്രം ധരിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞ ഹദീസിലില്ലേ. പ്രായത്തെക്കുറിച്ച് പറഞ്ഞില്ല. പ്രായം സ്വർഗത്തിലൊക്കെ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് അതിൻ്റെ ചേലിങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, ഈ ഉറാത്തായിട്ട് ഉടുതുണില്ലാതെ എഴുന്നേൽക്കുന്ന പറഞ്ഞപ്പോൾ അന്നാസി യൻദുറു ബഅദുഹും ഇലാ ബഅദ്, തിരുദൂതരെ അപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കൂലേ, ഔറത്ത് കാണൂലേ എന്ന് പറയാണ്, നോക്കൂലേ എന്ന് പറയണേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറയാണ്, പിന്നെ കാര്യം ഇങ്ങനെ ആളുകൾ അവിടെ നഗ്നത കണ്ട് ആസ്വദിക്കുകയും അല്ലെങ്കിൽ നഗ്നത നോക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല. പിന്നെ കാര്യം അതിനേക്കാൾ കഠോരാണ്. ആളുകളൊക്കെ നഫ്സി എന്ന് പറഞ്ഞ് പോയണ പരലോകാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ ബേജാറൊന്നുമല്ല. ആളുകൾ പരലോകോടതിയിലേക്ക് അള്ളാഹുവിലേക്ക് എഴുന്നേറ്റ് പായണ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബി യുഫിദൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല ദാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ. എന്നാണ് യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, ഖബറുകളിൽ നിന്ന് ആളുകൾ പുറത്തു വരും. സിറാഅൻ എന്നാണ്, ദ്രുതഗതിയിൽ വേഗത്തിൽ പായ. കഅന്നഹും ഇലാ നുസ്ബി യുഫിദൂൻ, തങ്ങളെ കാത്തുള്ള ഒരു പിന്നെ അടയാളം, ഒരു പിന്നെ ലക്ഷ്യം, അതിലേക്ക് എന്നതുപോലെ ആളുകൾ എഴുന്നേറ്റ് പായുന്ന പരലോകോടതിയാണ്. അവിടെ ഖാലു യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഉറങ്ങുന്ന ഈ സ്ഥലത്ത് നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയതെന്ന് പറഞ്ഞിട്ട് ആളുകൾ പരിതപിച്ച് ഓടുന്ന ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. വാപ്പൻ ഇമ്മനെ ഇട്ടേച്ച് പായുന്ന, മക്കളും സഹോദരൻ ഇട്ടേച്ച് പായുന്ന പരലോകമാണ്. അവിടെ ഇങ്ങനെ ആളുകൾ ഇതൊക്കെ കണ്ടുക്കലാണ്. അത്ര ഭീതിജനകമാണ് പരലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അള്ളാഹുവിൻ്റെ ഇവിടെ വിഷയതാണല്ലോ, അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യാണല്ലോ. പരലോകത്തേക്ക് ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും
അവിടെ ഒരുമിച്ച് കൂട്ടി വിചാരണ നടത്താനുമുള്ള അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യാണ് ബഹുദൈവ വിശ്വാസികൾ, അവിശ്വാസികൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ അത് എണ്ണാണ്. ഇനി ഇവിടെ വമിൻ ആയാത്തിഹി, നമ്മൾ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇനി സൂറത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. വമിൻ ആയാത്തിഹി ഇനി വരും. വമിൻ ആയാത്തിഹി ഇങ്ങനെ പറഞ്ഞു. വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. ആയത്ത് എന്താ ആയത്ത്? ആയത്തിൻ്റെ അർത്ഥം അലാമത്താണ്, അടയാളം, സിഗ്നൽ. ആയത്ത് അതിൻ്റെ ബഹുവചനം ആയാത്ത്. വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. നമ്മൾ മലയാളത്തിൽ ദൃഷ്ടാന്തം എന്ന് പറയും. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, കഴിവ്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, യുക്തി, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ്, ഇങ്ങനെ ഇതിനൊക്കെ അറിയിക്കുന്ന അടയാളങ്ങൾ, തെളിവുകൾ, വ്യക്തമായ തെളിവുകൾ അതിൽപ്പെട്ടതാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വമിൻ ആയാത്തിഹി അള്ളാഹിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അശംസ് സൂര്യൻ, അൽ ഖമർ ചന്ദ്രൻ, അസ്സമാവാത്ത് വാനങ്ങൾ, അൽ അർദ് ഭൂമി, ഇങ്ങനെ കുറേ എണ്ണീട്ടില്ലേ. വമിൻ ആയാത്തി അള്ളാഹിൻ്റെ ആയത്തുകൾ. ഒരു മുഫസ്സിർ 1300 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹിൻ്റെത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതൽ വിശദീകരിച്ച് എണ്ണാൻ പറ്റിയില്ല. 1300 ആയത്തുകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവൻ്റെ ആയത്തുകളായി എണ്ണീയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂലങ്കഷമായ സൂക്ഷ്മമായ വായനയിൽ ചിലർക്ക് വ്യക്തമാകുന്നതാണ്. എന്തായാലും അള്ളാഹ്ക്ക് ധാരാളം ആയത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് വാനങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇത് തുടങ്ങിയുള്ളതൊക്കെ ആയത്തുകൾ. ധാരാളം. അതുകൊണ്ടാണ് ഈ ആയത്തുകളിൽ പെട്ടതാണ് ഇത്. അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ എന്നത്. എന്താ? വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് അൻ ഖലഖകും. എന്താ? ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഖലഖകും നിങ്ങളെ സൃഷ്ടിച്ചു. അൻ ഖലഖകും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്നത്. വമിൻ ആയാത്തിഹി ഖൽഖുകും നിങ്ങളെ സൃഷ്ടിച്ചു എന്നത്. അന്നും ഖലഖ അത് എന്ന ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ. എവിടുന്ന് സൃഷ്ടിച്ചു? മിൻ തുറാബിൻ മണ്ണിൽ നിന്ന്. അപ്പം മണ്ണിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു എന്നത് മിൻ ആയാത്തിഹി. കുറേ ആയത്തുകളിൽ ഒരായത്താണ് ഈ മിൻ എന്നുള്ളത്. എന്താ? തബഈദ് എന്നാണ് പറയാം. തബഈദ് എന്ന് പറഞ്ഞാൽ ആയത്തുകളിൽ ചിലതാണ്, ആയത്തുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ആയത്തിൽ ചിലതാണ്. അതാണ് മിൻ. വജഅൽന ഇബ്ന മറിയമ വ ഉമ്മഹു, അതാ പറയുന്നത് വജഅൽന നാം ആക്കി, ഇബ്ന മറിയം, ആരാ ഇബ്നു മറിയം? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. വ ഉമ്മഹു ആരാ? അദ്ദേഹത്തിൻ്റെ ഉമ്മ മറിയം. എന്താണ് വജഅൽന ഇബ്ന മറിയമ വ ഉമ്മഹു? ആയത്താക്കി എന്നാണ്. ഈസാ നബിയെയും മറിയമിനെയും നാം ആയത്താക്കി എന്നുള്ള പറയുന്നത്. എന്താ ആയത്ത്? അഷൈഉൽ അജീബ്, അത്ഭുത വിഷയം. അങ്ങനെ മറിയം ആയത്തായത്. ഈസ എങ്ങനെയാണ് ആയത്തായത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ മറിയമിലൂടെ ജനിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ സാന്നിധ്യമല്ല, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് വന്നു, അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിച്ചതാണ്. മറിയമും ഒരു പുരുഷ സാന്നിധ്യം അല്ലാതെയാണ് എന്തിനത്? ലം യംസസ്നി ബഷർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയല്ലേ. വമിൻ ആയാത്തിഹി, അപ്പോൾ അള്ളാഹുക്ക് ധാരാളം ആയത്തുകളാണ്. ആ ആയത്തിൽപ്പെട്ട ഒന്നാണ് അൻ ഖലഖകും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു മിൻ തുറാബിൽ നിന്ന്, മണ്ണിൽ നിന്ന്. സുമ്മ പിന്നീട് ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. ഇതെന്ന് പറഞ്ഞാൽ ഇദാൽ ഫുജാഇയ എന്ന് പറയും. ആയാൽ എന്ന അർത്ഥത്തിലല്ല. പിന്നെ ഉടനെ തന്നെ അൻതും നിങ്ങൾ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യരായി തൻതശിറൂൻ എന്ന് പറഞ്ഞാൽ
വ്യാപിക്കുന്നു, പരക്കുന്നു, ക്രയവിക്രയം നടത്തുന്നു, കൈകാര്യകർത്തൃത്വം നടത്തുന്നു. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്നത്. മിൻ തുറാബിൻ, തുറാബിൽ നിന്ന്. അപ്പോൾ അതെന്താ ഉദ്ദേശം? തുറാബിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദി സൃഷ്ടിപ്പ്, ആദി സൃഷ്ടിപ്പാണ് അവിടെ ഉദ്ദേശം. ഒന്നും അത് ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിക്കുന്നത് എവിടുന്ന? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിച്ചത് തുറാബിൽ നിന്നാണ്. തുറാബിൽ നിന്ന്. തുറാബ്, തീന് അല്ലേ? തീന്, തീൻ, തീൻ. തുറാബിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചതാണ് തീൻ അല്ലേ? തീനിൽ നിന്ന്. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മിൻ ഹമഇൻ മസ്നൂൻ അല്ലേ? സൽസാലിൻ കൽ ഫഖാർ. അതൊക്കെ ആദമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞാണ്. മായിൽ നിന്ന് സൃഷ്ടിച്ചു. കാരണം ആദമിനെ സൃഷ്ടിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദമിനെ സൃഷ്ടിക്കുന്നത് മണ്ണിലേക്ക് വെള്ളം ചേർത്താണ്, കുഴച്ചിട്ടാണ്. തീനിൽ നിന്ന് സൃഷ്ടിച്ചു. മാവും വെള്ളവും മണ്ണും ചേർന്നപ്പോൾ എന്തായി? തീനായി, ചളിയായി. അതിൽ നിന്ന് പിന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉണക്കാനിട്ട് അത് പിന്നെ ഹമഉം മസ്നു എന്ന് പറഞ്ഞാൽ ഹമും മസ്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിറം മാറി, ചൂടേറ്റ് നിറം മാറിയ ചുടുകട്ട, അതാണ് ഹമഉം മസ്നൂൻ. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെയാണെന്ത്? പിന്നെയാണത് സൽസാലിൻ കൽ ഫഖാർ. സൽസാലിൻ കൽ ഫഖാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടിയാൽ രവം പൊഴിക്കുന്ന ഓട് പരുവത്തിലായി. അതും ആദമിൻ്റെ സൃഷ്ടിപ്പിൽ റൂഹ് ഊതുന്നതിന് മുമ്പുള്ള ഘട്ടാണ്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. ഫഖാർ അതാണ് പളങ്ക് അല്ലെങ്കിൽ ഓട് പോലുള്ള പിന്നെ വസ്തു. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ അള്ളാഹുവിൻ്റെ റൂഹ് വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് എന്ത് ചെയ്തിട്ടുണ്ട്? ആദമിൻ്റെ സൃഷ്ടിപ്പ് അതിനൊരു രീതിയാണ് അല്ലേ? അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മണ്ണിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, തീനിൽ, കളിമണ്ണിൽ നിന്ന്, പിന്നെ ചുടുകട്ടയിൽ നിന്ന്, ഓടുപോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന വസ്തുവിൽ നിന്ന് എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സൃഷ്ടിപ്പിൻ്റെ സൃഷ്ടിപ്പിലെ പരിണാമങ്ങളെ മനുഷ്യന്മാർ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കഴിവിനെ ഓർക്കാൻ. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് അള്ളാഹു എന്ത് ചെയ്യണത്? റൂഹ് ഊതുന്നത്. അതിലേക്ക് റൂഹ് ഊതി. ഇപ്പം എന്താ ഉണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ ഇങ്ങനെ ഫഖാർ പോലെ ഉള്ള ദ്രവ്യത്തിൽ നിന്നിലേക്കാണ് അള്ളാഹു റൂഹ് ഊതുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചു? ആദമ് തുമ്മി എന്നാണ്. ആദമ് തുമ്മുകയും അൽഹംദുലില്ലാ പറയുകയും ചെയ്തതാണ്. അൽഹംദുലില്ലാ നോക്കിയാണ് ആദമിനെ സൃഷ്ടിക്കണേ ഉള്ളൂ, അതിൽ റൂഹ് വരണേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് നിക്ഷേപിക്കാണ്. അപ്പോഴത്തേക്ക് അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് ഏറ്റപ്പോൾ ആദമ് തുമ്മുകയും അള്ളാഹു നൽകിയ ബോധനത്താൽ അൽഹംദുലില്ലാ പറയുകയും ചെയ്തതാണ്. അള്ളാഹുവിൻ്റെ ബോധനത്താൽ അൽഹംദുലില്ലാ പറയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇർഹമുക്കല്ല എന്ന് ആദമിനോട് പറഞ്ഞു. ഇർഹമുക്കല്ല അല്ലെങ്കിൽ ഇർഹമുക റബ്ബുക്ക്, ഇർഹമുക റബ്ബുക്ക് എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് പിന്നെയാണ് പറയുന്നത്, പിന്നെ യാ ആദം ഇദ്ഹബിൽ, പിന്നെ മലക്കളുടെ ഒരു സംഘമുണ്ട്. ആ മലക്കളുടെ സംഘത്തോട് പോയിട്ട് സലാം പറയാൻ പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറയണം. അപ്പോൾ ആദം പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ വഅലൈക്കസ്സലാം വറഹ്മത്തുള്ള എന്ന് പ്രതികരിച്ചു എന്നാണ്. വഅലൈക്കസ്സലാം വറഹ്മത്തുള്ള എന്ന് പ്രതികരിച്ചു എന്നാണ്. അതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയം. പിന്നെയാണ് എന്ത് ചെയ്യണത്? സുജൂദിന് മുമ്പൊരു വിഷയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിൻ്റെ മുതുകിൽ നിന്ന് ആദം സന്തതികളെ സ്വീകരിച്ച വിഷയം. എവിടെ വെച്ചാണത്? ആദമിനെ സൃഷ്ടിച്ച് ഹദീസിൽ കാണാം, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അള്ളാഹുവിൻ്റെ രൂപത്തിലാണ് ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. തൂലുഹു സിത്തൂന ദിറാഅൻ, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തൂലുഹു ആദമിൻ്റെ നീളം സിത്തൂന ദിറാഅൻ 60 മുഴമായിരുന്നു എന്നാണ്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സിത്തൂന ദിറാഅൻ
60 മുഴത്തിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നൊക്കെ ഹദീസിൽ കാണാം. അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഏതായാലും ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദമിൻ്റെ നീളത്രയാണ് 60 ദിറാ, 60 മുഴമായിരുന്നു എന്നാണ്. മുഴം എത്ര? മുഴതല്ലേ? 60 മുഴം. ഇത് അടി 60 മുഴം. പിന്നെ അതിൽ എന്നിട്ട് ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ മുതുകിൽ തടവുന്നത്. ആ മുതുകിൽ തടവിയപ്പോൾ പിന്നെ ആദം സന്തതികൾ എന്ത് ചെയ്തു? ആദമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തു വന്നു. അംസാൽ ഫഖറജത്ത് കുല്ലു ദുർരിയത്തിൻ ദറഅഹ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച എല്ലാ ദുർരിയത്തും പടപ്പുകൾ എന്ത് ചെയ്തു? ആദമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തു വന്നു. അംസാലി ദർ എന്നാണ്. ഉറുമ്പുകൾക്ക് സമാനമായി. ഉറുമ്പുകൾക്ക് സമാനം, ചെറിയ ഉറുമ്പ്. ദർ പറഞ്ഞാൽ ചെറിയ ഉറുമ്പുകൾക്ക് സമാനം എല്ലാവരും വന്നു എന്നാണ്. അതിൽ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഒരു ഹദീസിൽ അഖദല്ലാഹു പിന്നെ അൽ മീസാഖ മിൻ ആദം, ആദമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാഖ് സ്വീകരിച്ചത് ബി നഅമാൻ എന്നാണ്. ബി നഅമാൻ. എന്താ നഅമാൻ? ബി നഅമാന. നഅമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി അറഫ. എവിടെയാണ്? അറഫയിൽ വെച്ച്. അറഫ ഉണ്ടല്ലോ, അറഫയിൽ വെച്ചാണ് ഈ ആദമിനോട് മീസാഖ് സ്വീകരിച്ചത് എന്നാണ്. നഅമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറഫ കഴിഞ്ഞാൽ പിന്നെ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. അറഫ പോയിട്ടുണ്ടെങ്കിൽ അറഫൻ്റെ ഒരു ഭാഗം വാദി മുഹമ്മസ്, അൽ മുഹമ്മസ് വിശാലമായൊരു സ്ഥലമാണ്. അവിടെയാണ് അബ്രാഹത്തിൻ്റെ സൈന്യത്തെ അള്ളാഹു നശിപ്പിച്ചത്. അബ്രാഹത്തിൻ്റെ ആനപ്പടയെ നശിപ്പിച്ച സ്ഥലമാണ് മുഹമ്മസ്. തായിഫിൻ്റെ ഭാഗത്തേക്ക്, അറഫയിൽ നിന്ന് തായിഫിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ടാണ് മുഹമ്മസ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഒന്നുകൂടി കിഴക്ക് ഭാഗം. അതാണ് ഈ നഅമാൻ. ഈ ഐന് സുബൈദ ഉണ്ടാക്കിയില്ലേ? ഐന് സുബൈദ കനാൽ. നമ്മൾ അറഫ മുസ്ദലിഫൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ സുബൈദ കനാലിൻ്റെ അടയാളം കാണില്ലേ? ഈ സുബൈദ കനാലിനെ നിർമ്മിച്ചു കൊണ്ടുവരുന്നത് അവിടെ നിന്നാണ്. കാരണം അവിടെ അറിയപ്പെട്ട ഈ ജലസ്രോതസ്സുകൾ ഉള്ള സ്ഥലമാണ് ഈ നഅമാൻ എന്ന് പറയുന്നത്. ഇപ്പം അത് കാണൂല. പണ്ട് കാലങ്ങളിലൊക്കെ അത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പർവ്വതങ്ങൾ കൊണ്ട് നിരന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് വെള്ളം ജലപ്രവാഹം വന്ന് അങ്ങനെ ഉണ്ടാകുന്നതാണ് അത്. ഏതായാലും ഈ നഅമാൻ എന്നുള്ളത് അറഫ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഒരു വിശാലമായ സ്ഥലമാണ്. ഹദീസിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിൻ്റെ മുതുകിൽ നിന്ന് എന്ത് ചെയ്തു? ആദമിൻ്റെ സന്തതികളെ സ്വീകരിച്ചു. കംസാലി ദർ, ചെറിയ ഉറുമ്പുകൾ പോലെ. അത് സ്വീകരിച്ച സ്ഥലമാണ് എന്ത്? നഅമാൻ. അറഫയോട് ചേർന്നുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് അറഫക്ക് അറഫ എന്ന് പേര്? ഈ ആത്മാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം മുതുകിൽ നിന്ന് ആദം സന്തതികളെ മുഴുവൻ അന്ത്യനാൾ വരേക്കുള്ള എല്ലാവരെയും സ്വീകരിച്ചപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. ആത്മാക്കൾ തിരിച്ചറിഞ്ഞു, അന്യോന്യം പരിചയപ്പെട്ടു. അതേപോലെ തന്നെ ആളുകൾ അന്യോന്യം പരിചയപ്പെട്ടു. അതാണ് ഈ അറഫ. ഈ അറഫ എന്ന് പേര് വെച്ചത് എന്തുകൊണ്ട്? ആദമും ഹവ്വയും അവിടെ ഇറങ്ങിയിട്ട് അന്യോന്യം പരിചയപ്പെട്ടതിനാൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വിഷയമാണ് എന്ത്? ഈ ആത്മാക്കൾ അന്യോന്യം ആറഫ മിൻ തലഫ് പിന്നെ എന്ന് പറയല്ലേ, ആത്മാക്കൾ അന്യോന്യം പരിചയപ്പെട്ടത് അതെന്ത് ചെയ്യും? ഒന്നിക്കും, ഐക്യപ്പെടും എന്നൊക്കെ പറയല്ലേ. ഏതായാലും ആത്മാക്കളെ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുക എന്നുള്ളൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേരിട്ട് എന്നൊക്കെ അതിൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും നഅമാനിൽ വെച്ച്, അറഫയിൽ വെച്ച് ആദമിൽ നിന്ന് എന്ത് ചെയ്തു? ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദം സന്തതികളെ സ്വീകരിച്ചു. എന്നിട്ട് കരാറ് ചെയ്തു. എന്താ കരാറ്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഖാലു ബല, അവർ പറഞ്ഞു അതെ, ഷഹീദിന, ഞങ്ങൾ സാക്ഷികളായിരിക്കുന്നു എന്നെല്ലാവരും പറഞ്ഞു എന്ന്. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ.
ഏതായാലും അതാണ് ഇതിൻ്റെ ഒരു വിഷയം. അപ്പോൾ ഇവിടെ വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് അൻഖലഖക്കും അള്ളാഹു നിങ്ങളെ പടച്ചു മിൻ തുറാബിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഈ തുറാബിൽ നിന്ന് പടച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം ആദമിൻ്റെ സൃഷ്ടിപ്പാണ് ഉദ്ദേശം എന്നാണ്. പക്ഷെ അപ്പോൾ ഒരു വിഷയം അൻഖലഖക്കും നിങ്ങളെ പടച്ചു എന്നാണ്. ഇത് ഏകവചന അല്ല, ഇത് പിന്നെ ഏകവചനത്തെ അറിയിക്കുന്നത് ബഹുവചനത്തെ അറിയിക്കുന്നത് ബഹുവചനാണ്. നിങ്ങൾ എല്ലാവരും എന്നാണ്. നിങ്ങളെ പടച്ചു മിൻ തുറാബിൽ നിന്ന്. അപ്പം ആദമിനെ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താണ്, നിങ്ങളുടെ പ്രഭവം തുടക്കം എവിടെയാണ്? ആദമാണ്. നിങ്ങളുടെ തുടക്കം ആദമാണ്. അതുകൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അല്ലേ, ആ ആദമിലൂടെയാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് എന്നത് പിന്നീട്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ നേരിട്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു, നിങ്ങളെ സൃഷ്ടിച്ചു മിൻ തുറാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു തഫ്സീറുണ്ട്. ആദമല്ലാത്ത എന്താ ആ തഫ്സീർ? എല്ലാവരുടെയും സൃഷ്ടിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനം എവിടുക്ക അല്ലേ? മണ്ണ്, വെള്ളം അല്ലേ? ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു, മണ്ണ് ഇവിടെ പറഞ്ഞതുപോലെ ജീവസുറ്റതാകുന്നു, സസ്യലതാദികളൊക്കെ മുളക്കുന്നു, കായ്കനികളൊക്കെ ഉണ്ടാകുന്നു, പിന്നെ ധാന്യങ്ങളും അതേപോലെ തന്നെ മറ്റു വിളകളൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു അല്ലേ? മനുഷ്യന്മാർക്ക് പോഷകങ്ങളാകുന്നു, വിഭവങ്ങളാകുന്നു. അതിൽ നിന്നാണ് ഇതിൻ്റെ അല്ലേ മനുഷ്യന് ഉണ്ടാവാൻ വേണ്ട പിന്നെ ഇപ്പോൾ പുരുഷനിൽ ശുക്ലം വേണം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അണ്ഡം വേണം. ഇതൊക്കെ എവിടുന്നാ അല്ല? അതിന് മുമ്പ് മനുഷ്യന് ഇത് പിന്നെ ഉണ്ടാകണ്ടേ? മനുഷ്യന് വേണ്ടേ? മനുഷ്യന് പിന്നെ മാംസം വേണം, മജ്ജ വേണം, രക്തം വേണം, അസ്ഥി വേണം, തോല്, ഇതൊക്കെ വേണ്ടേ? അതൊക്കെ എവിടുന്നാണ് ഉണ്ടാകുന്നത്? അതിൻ്റെയൊക്കെ അടിസ്ഥാനം തുറാബാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം. നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. അത് മുഷ്കിൽ, രണ്ടായാലും വിഷയമൊന്നുമില്ല. സുമ്മ പിന്നീട് ഇതാ അൻതും ബശറുൻ തൻതശിറുൻ. ഇതാന്ന് പറഞ്ഞാൽ പൊടുന്നനെ. ഇതാ അൽ ഫുജായി എന്നാണ്, പെട്ടെന്ന് പൊടുന്നനെ. അൻതും നിങ്ങൾ ബഷറുൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ആകുന്നു. എങ്ങനെയുള്ള മനുഷ്യരാകുന്നു? തൻതശിറൂൻ എന്ന് പറഞ്ഞാൽ ഇന്തിഷാർ എന്ന് പറഞ്ഞാൽ അദ്ഹൂർ ഫിൽ അർദ്, ഭൂമിയിൽ എന്ത് ചെയ്യുക പിന്നെ പ്രകടാകുക. അതേപോലെ തന്നെ എന്നിട്ട് ഭൂമിയിൽ കൈകാര്യകർത്താക്കളാകുക, വ്യാപിക്കുക. ഫൈദ ഖുദിയത്തി സലാത്തു ഫൻതശിറു ഫിൽ അർദ് പറഞ്ഞല്ലേ. നിസ്കാരം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫൻതശിറു ഫിൽ അർദ്, നിങ്ങൾ എന്ത് ചെയ്യണം? നാട്ടിൽ ഇൻതശിറു എന്നാണ്. ഇൻതശിറു എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വ്യാപാരങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ, ഇടപാടുകളിലൊക്കെ ഏർപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാണ് ഇതാ അൻതും ബശറും, നിങ്ങൾ മനുഷ്യരായിട്ട് തൻതശിറു എന്താണ്? ഭൂമിയിൽ എല്ലായിടത്തും പരക്കുന്നു, ഇടപാടുകൾ നടത്തുന്നു, ജോലി ചെയ്യുന്നു, ക്രയവിക്രയം നടത്തുന്നു, അങ്ങനെ പെരുമാറുന്നു എന്ന് അള്ളാഹു പറയണം. ഇതെന്താണ്? അള്ളാഹുവിൻ്റെ പല ആയത്തുകളിൽ ഒരായത്താണ്. ഒരായത്തല്ല, ആയത്തുകളിൽ പെട്ടതാണ്. കാരണം ഇതന്നെ കുറേ ആയത്തുകളുണ്ട്. അപ്പോൾ ആയത്തുകളിൽ ചിലതാണ്. അടുത്തത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, ഇവിടെ വമിൻ ആയാതിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. ഈ വമിൻ ആയാതിഹി ആവർത്തിക്കുമ്പോൾ ശരിക്ക് ഇവിടെ വമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ട് അൻ ഖലഖക്കും, പിന്നെ വ അൻ ഖലഖലക്കും ഇങ്ങനെ പറയാ, വാവ് അത്വ കൊടുത്തിട്ട് പറയാതെ അള്ളാഹു വമിൻ ആയാതി എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന ആയത്തുകളൊക്കെ എന്താണ്? അത് വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യമർഹിക്കുന്ന, പഠനമർഹിക്കുന്ന
ചിന്ത അർഹിക്കുന്ന വിഷയങ്ങളാണത്. ഗൗരവപ്പെട്ട വിഷയമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു തേട്ടം. ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണ്. ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും. ഖലഖലക്കും, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. അൻ ഖലഖ അവൻ സൃഷ്ടിച്ചു എന്നത്. ആർക്ക്? ലക്കും. ലക്കും എന്താ ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാ, നിങ്ങൾക്ക് വേണ്ടി, ലി അജലിക്കും നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ലാമുൽ ഇഖ്തിസാസ് നിങ്ങൾക്ക് പ്രത്യേകമായി, നിങ്ങൾക്ക് പ്രത്യേകമായി. അൻ ഖലഖ ലക്കും നിങ്ങൾക്ക് വേണ്ടി, ലി അജലിക്കും, അല്ലെങ്കിൽ അൻ ഖലഖ ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകമായി അവൻ സൃഷ്ടിച്ചു. മിൻ അംഫുസിക്കും, മിൻ അംഫുസിക്കും അതാ മിൻ അംഫുസിക്കും നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന്, നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന്. അസ്വാജൻ, അസ്വാജ് സൗജ, അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ, ഇണകൾ. ലി തസ്കുനു ഇലൈഹ, ലി തസ്കുനു എന്താ? ലി തസ്കുനു എന്താ? ഈ സുക്കൂൻ അല്ലെങ്കിൽ സക്കീനത്ത്, ഇതാണ് വിൽപ്പനാണല്ലോ ഈ ഇത്. സക്കന യസ്കുനു, തസ്കുനു, തസ്കുനു എന്നുള്ളത് എന്താ? ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഈ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ആദ്യം അർത്ഥം? സുക്കൂൻ എന്നുള്ളത് ഹറക്കത്തിൻ്റെ നേരെ വിപരീതമാണ്. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇളക്കം, അനക്കം, ചലനം, ചാഞ്ചല്യം അല്ലേ? അപ്പോൾ സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടക്കം, വഖാർ, വഖാർ, അല്ലെങ്കിൽ തുമഅനീനത്ത്. തുമഅനീനത്ത് എന്ന സമാധാനം, വഖാർ, തുമഅനീനത്ത്, ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളിൽ നിന്ന് അല്ല, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ചു. മിൻ അൻഫുസിക്കും നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന്. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഇവിടെ നിങ്ങളുടെ ജിൻസ്, നിങ്ങളുടെ വർഗത്തിൽ നിന്ന്, നിങ്ങളുടെ വർഗത്തിൽ നിന്ന്. അത് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മനുഷ്യവർഗത്തിൽ നിന്ന് ഇണയെ, മനുഷ്യൻ്റെ അതേ ജിൻസ് വർഗത്തിൽ നിന്നുള്ള ഇണയെ നൽകി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അള്ളാഹ് കഴിയില്ല വേറൊരു വർഗത്തിൽ നിന്നാക്കാൻ. ഇവിടെ അള്ളാഹുക്ക് ഏതൊക്കെ വർഗങ്ങളുണ്ട്? പല വർഗങ്ങളുണ്ട്. മൃഗങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകൾ, അങ്ങനെ പലതുമില്ലേ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചത് മിൻ അൻഫുസിക്കും എന്നുള്ളതാണ്, നിങ്ങളിൽ തന്നെ എന്നാണ് ഉള്ള അസ്വാജിനെയാണ് സൃഷ്ടിച്ചത്. അതെന്തിനു വേണ്ടി? അത് ലിതസ്കുനു ഇലൈഹ എന്നാണ്. ലിതസ്കുനു ഇലൈഹ, അവിടെ ആ ഇല പ്രയോഗിച്ചതിൽ ഈ അടക്കമുള്ള ജീവിതം, ഒടുക്കമുള്ള ജീവിതം, തെറിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കാൻ, അതേപോലെ തന്നെ സമാധാനം കണ്ട് സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ. സക്കീനത്ത്, സുക്കൂൻ, അതൊരു പിന്നെ വലിയ ഒരു ദാർശനിക ശബ്ദവും സാങ്കേതിക ശബ്ദമാണ് ഈ സുക്കൂൻ, സക്കീനത്ത് പ്രയോഗിക്കുമ്പോൾ. ആയാത്തു സക്കീന എന്ന് പറയും. ആയാത്തു സക്കീന, ഈ മനുഷ്യന്മാർ അനിയന്ത്രിതമാകുമ്പോൾ, പ്രത്യേകിച്ച് സാലിഹ്യങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കും, അവർക്ക് ചാഞ്ചല്യം, അതേപോലെ തന്നെ ടെൻഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് വരുമ്പോൾ അവർ ഈ ആയാത്തു സക്കീന തോതുമായിരുന്നു എന്നാണ്. ആയാത്തു സക്കീന ഏതാ? ആയാത്തു സക്കീന വിശുദ്ധ ഖുർആനിലെ 6 ആയത്തുകൾ ആയാത്തു സക്കീനയാണ്, സക്കീനത്തിൻ്റെ ആയത്തുകളാണ്. അത് നമ്മളുടെ മനസ്സിന്, മസ്തിഷ്കത്തിന്, അവയവങ്ങൾക്ക്, നാവിന് ഒക്കെ സമാധാനം. അതാണ് ഈ സക്കീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു അടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുളിർമ അതിൽ നിൽക്കുന്ന ഒരു വിഷയമല്ലത്. സക്കീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് നമ്മളുടേത് പിന്നെ സമാധാനപ്പെടും, അതേപോലെ തന്നെ മസ്തിഷ്കം സമാധാനപ്പെടും,
ശരീരാവയവങ്ങൾ അതിൽ പിന്നെ അടക്കം ഒതുക്കം, നാവ്, നാവിന് അടക്കം, ഇതൊക്കെ പിന്നെ വരുന്നൊരു ഇതിന് പറയുന്ന പേരാണ് ഈ സുക്കൂൻ സക്കീനത്ത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നതാണ്? ആയാത്തു സക്കീന ഓതുമായിരുന്നതാണ്. ആയാത്തു സക്കീന അതൊന്ന് സൂറത്തുൽ ബഖറയിൽ, 3 സൂറത്തുൽ ഫതഹിൽ, 2 സൂറത്തു തൗബയിൽ. സൂറത്തുൽ ബഖറയിലുള്ളത് ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും എന്ന് പറയലേ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും. പിന്നെ താലൂത്തിനെ മലിക്കായി നിശ്ചയിച്ച് പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് താബൂത്തിനെ അയച്ചു തരും, താലൂത്ത് മലിക്ക എന്നുള്ളതിന് ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും, അതിൽ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സക്കീനത്തുണ്ട് എന്നാണ്. സക്കീനത്ത് ആ താബൂത്ത് വരുമ്പോൾ അത് താബൂത്ത് തന്നെയും അല്ലെങ്കിൽ ആ താബൂത്തിലുള്ള ഒരു സംഗതി അത് വലിയ സമാധാനമായിരുന്നു എന്നുള്ളതാണ് അവർ ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഷയം. പിന്നെ സൂറത്ത് തൗബയിൽ എന്താണ്? പിന്നെ ഫഅൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ ഫഅൻസലല്ലാഹു സക്കീനതഹു എന്ന് പറഞ്ഞേ. ഇതാണ് അവിടെ. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ് വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും വയൗമ ഹുനൈനിൻ ഇദ് അഅജബത്കും കസറത്തുക്കും ഫലം തുഗ്നി അൻകും ഷൈഅൻ വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ അൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി എന്ന് പറഞ്ഞ സുമ്മ അൻസലല്ലാഹു സക്കീനതഹു സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്. ഇതേപോലെ പിന്നെ സൂറത്തുൽ ഫതഹിൽ 3 പറയുന്നുണ്ട്. ഫഅൻസല സക്കീനത, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കീനത്തിനെ അവതരിപ്പിച്ചു അലാ ഖുലൂബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ കൽബിൽ, ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്ന 3 ആയത്ത്. ഏതായാലും സൂറത്ത് ഫതഹിൽ 3 ആയത്തും സൂറത്ത് തൗബയിൽ 2 ആയത്തും ബഖറയിലും ഈ 1 ആയത്തും. ഇതാണ് ആയാത്തു സക്കീന. ഈ ആയത്ത് ഓതുമായിരുന്നു എപ്പോൾ? സലഫുകൾ. എനിക്ക് തോന്നുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ പിന്നെ പ്രയോഗിച്ചിരുന്ന ഒരു വഴിയാണത്, ഈ ആയത്തുകൾ ഓതുക സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. നമ്മളെ അറിഞ്ഞുകൊണ്ട് ആയത്ത് മനസ്സിലാക്കിയിട്ട് ഓതുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതാണ്, അപ്പോഴാണ് കിട്ടുക അല്ലാക്കുള്ളി. ഏതായാലും ഈ നമ്മൾ പറഞ്ഞ സക്കീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിഷയമാണ്, എല്ലാവരും ആവശ്യപ്പെടുന്നൊരു വിഷയമാണ്. അത് കേവലം ഒരു മനസ്സിൻ്റെ മാത്രം ഒരു അടക്കമോ സമാധാനമോ അല്ല, വഖാറോ തുമഅനീനത്തോ അല്ല, പിന്നെയോ മനസ്സിനും മസ്തിഷ്കത്തിനും അവയവങ്ങൾക്കും നാവിനും വരെ പിന്നെ കിട്ടുന്ന ഒരു സമാധാനം, അതിനാണ് ഇത് പ്രയോഗിക്കുക, ഈ സക്കീനത്ത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് വിൽപ്പന്നമായ ക്രിയയാണ് ലിതസ്കുനു ഇലൈഹ എന്നാണ്. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് അല്ലെങ്കിൽ ഈ അസ്വാജിലേക്ക് നിങ്ങൾ സമാധാനം കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സമാധാനം അടയുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അവരെ നിങ്ങൾക്ക് സൃഷ്ടിച്ചത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ സൃഷ്ടിക്കപ്പെട്ടത്? സ്വർഗത്തിൽ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. സ്വർഗത്തിലെല്ലാം അല്ലേ? സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം സ്വർഗത്തിലല്ല. പക്ഷേ എന്നിട്ടും ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇസ്തൗഹഷ് എന്നാണ്. ഇസ്തൗഹഷ് എന്ന് പറഞ്ഞാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ഏകാന്തതയുടെ ഒരു പരവശത ഉണ്ടായി എന്നുള്ളതാണ്. ഖലാസ്. അപ്പം എങ്ങനെ മാറിയത്? എങ്ങനെ അള്ളാഹു മാറ്റിയത്? എങ്ങനെ മാറ്റിയത്? ആദം ഒന്ന് ഉറങ്ങി ഉണർന്നപ്പോഴത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്നാണ്. എന്തിന്? ഈ ഏകാന്തതയുടെ പരവശത മാറാൻ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ആ ഏകാന്തതയുടെ പരവശത മാറാൻ ഉമ്മ മതിയാവില്ല, പെങ്ങന്മാർ മതിയാവില്ല, മൂത്തന്മാർ മതിയാവില്ല, മറ്റാരും മതിയാവില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ആരെയാണ്? അതിന് നിശ്ചയിച്ചത് ഭാര്യനെയാണ്, ഇണയെയാണ് അതിന് സൃഷ്ടിച്ചത്. അത് എന്നാലോചിച്ച് നോക്കി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് പിന്നെ യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ
സൗജഹ, ആദമിനെ സൃഷ്ടിച്ചു, ആദമിൽ നിന്നാണ് ആദമിൻ്റെ ഇണയെ സൃഷ്ടിച്ചതെന്നാണ്. അതുപോലെ തന്നെ സൂറത്ത് ആറാഫിൽ എന്താ പറഞ്ഞത്, വജഅല മിൻഹാ സൗജഹ ലിയസ്കുന ഇലൈഹ വജഅല മിൻഹാ സൗജഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൽ നിന്ന് ആദമിൻ്റെ സൗജിനെ ഉണ്ടാക്കി. ലിയസ്കുന ഇലൈഹ, ലിയസ്കുന ഇലൈഹ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇണയിൽ തൻ്റെ സമാധാനം, തൻ്റെ ഒതുക്കം, അതേപോലെ തന്നെ തൻ്റെ പിന്നെ ആ ഇതുണ്ടല്ലോ പരവശതയില്ലാത്ത ആ അവസ്ഥ അത് കാണാൻ വേണ്ടി എന്നാണ്. ആദമിൻ്റെ ആ ഒരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി ആദമിന് ഒരു മയക്കം ഉറക്കം നൽകി. എന്നിട്ട് ആദമിൻ്റെ ഒരു ഇതിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാരിയല്, ഇടത് ഭാഗത്തെ ഒരു വാരിയലിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഹവ്വയെ സൃഷ്ടി, അതാണ് ഖലഖ മിൻഹാ സൗജഹ, അതിൻ്റെ ഇണയെ അതിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ആദമിൻ്റെ അത് പോയത് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ ഉണ്ടല്ലോ ഈ വിഷയങ്ങളെ ദാർശനികമായി വായിക്കുന്ന ആളുകൾ പറയാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാതാവുണ്ടായാലും പോരാ, സഹോദരിമാരുണ്ടായാലും പോരാ, അടുത്തകന്ന ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾ അവരെത്ര ഉണ്ടായാലും പോരാ, ഇതിന് ആര് തന്നെ വേണം, ഭാര്യ തന്നെ വേണം എന്നുള്ള വിഷയം പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ നമുക്ക് അതിൻ്റെ വിഷയം പറയാം. ഇത് നമ്മൾ ഇപ്പം ഈ ആയത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ വിഷയം പറയാം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. നിങ്ങൾ അവരിലേക്ക് സമാധാനം കാണുവാൻ ആശ്രയിക്കുവാൻ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രയോഗം അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈഹ എന്നാണ് പറഞ്ഞത്. അവരുടെ അടുക്കൽ, ഇൻദഹ എന്ന് പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണ് ഇലൈഹ അതിൻ്റെ ആ പ്രായോഗികത പറയാം ഇൻഷാ അല്ലാഹ്.